നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് യൂനുസ് സലീമാണ്. അദ്ദേഹം ഓൺ അക്കാഡമിയ എന്ന ഓൺലൈൻ കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറാണ്. വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം 20 ദിവസം കൊണ്ട് സ്റ്റാർ സ്റ്റേജ് ഷോ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അതായത് 3,50,50,000 രൂപ 20 ദിവസം കൊണ്ട് അദ്ദേഹം സമ്പാദിച്ചിരിക്കുകയാണ്. യൂനുസ് സലീം, വെൽക്കം ടു സ്റ്റാർ സ്റ്റേജ് ഷോ. താങ്ക് യു സർ. ഓക്കെ, യൂനുസ്, എങ്ങനെയാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരാനുള്ള ഒരു റീസൺ ഒന്ന് പറയാമോ? ഓക്കെ നമ്മൾ കൊറോണ സമയമാവുന്ന സമയത്താണ് നമ്മൾ ഓൺലൈൻ ബിസിനസ് സാധ്യതകൾ ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കി തുടങ്ങുന്നത്. അതുവരെ ഓഫ്ലൈനായിട്ട് ചെറിയ രീതിയിലുള്ള ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളൊക്കെ എടുത്ത് നമ്മളെ ഓഡിയൻസിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. ഇപ്പോൾ കൊറോണ എന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സിന് സാധ്യതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി പതിയെ ഓൺലൈൻ രംഗത്തേക്ക് കടക്കുകയും ചെറിയ രീതിയിൽ ഓൺലൈൻ്റെ ക്ലാസ്സുകൾ അൺഓർഗനൈസ്ഡ് ആയ രീതിയിൽ ഒരുപാട് ആളുകളെ, ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത രീതിയിലായിരുന്നു നമ്മുടെ സെഷൻസുകളെല്ലാം പോയിരുന്നത്. അതിനുശേഷമാണ് ജെയിൻസ് കമ്മ്യൂണിറ്റി നമ്മൾ പരിചയപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ വെബിനാറുകളിൽ അറ്റൻഡ് ചെയ്തു, പരസ്യങ്ങൾ കണ്ടു. ഇതിനുശേഷമാണ് ജെയിൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ. ഓക്കെ, ഇതിൽ വരുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? പ്രൊഫഷൻ എന്തൊക്കെയായിരുന്നു പറയാം? പ്രൊഫഷൻ, ഞാനൊരു ടീച്ചിങ് സെഗ്മെൻറ്റിലായിരുന്നു. ഓൺലൈൻ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു, എക്സ്പോർട്ടിംഗ് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. കൊറോണ സമയങ്ങളിൽ ഇത്തരം ബിസിനസ്സുകളെല്ലാം പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഒരുപാട് ലോസുകൾ, നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് ഞാൻ ഒരു ഓൺലൈൻ ടീച്ചിങ് മേഖലയിലേക്ക് കയറി പിടിക്കാൻ ശ്രമിച്ചത്. ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ഏൺ ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാവുന്നെങ്കിലും ഏത് രീതിയിൽ ഏൺ ചെയ്യുമെന്ന് അറിയാത്ത രീതിയിൽ ചെറുതായിട്ട് അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ശീലമായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്? എങ്ങനെയാണ്? സാറിൻ്റെ ഒരു വെബിനാറിൽ യാദൃശികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പരിചയപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സാറിൻ്റെ വെബിനാർ കാണുന്നത്. അപ്പോൾ സാറിൻ്റെ വെബിനാറിൽ ഒരുപാട് ഫ്രീ സെഷൻസുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒരുപാട് ഫ്രീ സെഷൻസുകൾ. അതിൽ ഫ്രീ സെഷൻസിൽ കിട്ടുന്ന ഇൻസൈറ്റ് ഉപയോഗിച്ച് ഞാൻ സ്വന്തമായിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്ത് ഞാൻ എൻ്റെ വെബിനാറുകൾ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് ചെറുതായി നമുക്ക് റിസൾട്ട് 100-200 രീതിയിലുള്ള റിസൾട്ടുകൾ വരാൻ വേണ്ടി തുടങ്ങി. അതിനുശേഷമാണ് ഞാനൊരു പെയ്ഡ് കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ള ഒരു വിവരം അറിയുന്നത്. അതിനനുസരിച്ച് സാറിന് ഞാൻ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഒരു പെയ്ഡ് കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് എടുത്തു. അതിനുശേഷമാണ് മാസീവായിട്ടുള്ള ഒരു ഗ്രോത്ത് എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ ടീച്ചിങ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിൽ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഒരുപാട് അതിനുശേഷം ഒരു 10-15ഓളം വെബിനാറുകൾ കണ്ടക്ട് ചെയ്തു. 1000-ലധികം ആളുകളെ ഞാൻ നേരിട്ട് കണ്ടു ഓൺലൈൻ സൂമിലൂടെ. അതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 3,50,000 രൂപ ഏൺ ചെയ്തു. ഇപ്പോഴും ഓരോ വെബിനാറുകളും എല്ലാ ആഴ്ചകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വെബിനാറുകളിൽ നിന്ന് ഒരു 50%ഓളം നമുക്കൊരു ക്ലോസിംഗ് രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്ക്, ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ സാറിൻ്റെ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഓഫ്ലൈൻ നേരത്തെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നല്ലേ? യെസ്. GST ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ, അതിൽ നിന്ന് നേരെ കംപ്ലീറ്റ് ഓൺലൈനിലേക്ക് വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയോ? അതോ തുടക്ക സമയത്ത് വീഡിയോയിൽ വരാനുള്ള ബുദ്ധിമുട്ടുകൾ, ഓൺലൈനിൽ എങ്ങനെ ഇത് പിച്ച് ചെയ്യണമെന്ന് അറിയാത്ത കുറച്ച് ബുദ്ധിമുട്ടുകൾ തുടക്ക സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്ത് സാറിൻ്റെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്കിത് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാമെന്ന് പഠിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലുള്ള ആ ഒരു ഫിയറൊക്കെ മാറ്റിയതിന് ശേഷം വീഡിയോ കണ്ടു, അതുപോലെ സാറിൻ്റെ പല ഓഡിയോസ് കേട്ടു, സാറിൻ്റെ പല സെഷൻസുള്ള ഇൻഡിവിജ്വൽ സെഷൻസിൽ ഇരുന്ന് ഒരുപാട് മോട്ടിവേറ്റഡ് ആയി. പിന്നീട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓഫ്ലൈൻ എന്നുള്ള സംഭവം ഒട്ടും ഇല്ലാത്ത രീതിയിൽ മുഴുവനായിട്ടും ഓൺലൈൻ ഓട്ടോമേഷൻ വരികയും അതിനായി പല ആപ്സുകളും നമ്മൾ സൂം ആവട്ടെ അങ്ങനെയുള്ള പല ആപ്സുകളും പെയ്ഡ് ആപ്പുകളും മറ്റൊക്കെ ഉപയോഗിച്ച് കംപ്ലീറ്റ് ഒരു ഓട്ടോമേഷൻ സിസ്റ്റത്തിലേക്ക് ഇപ്പം ബിസിനസ് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഹൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു സാധ്യത എത്രമാത്രം ഉണ്ട്? അങ്ങനെ GST പ്ലസ് ഇൻകം ടാക്സ് ആണോ? GST, ഇൻകം ടാക്സ്, ടാക്സ് സബ്ജക്റ്റുകളും അതുപോലെ തന്നെ അക്കൗണ്ടിങ് സബ്ജക്റ്റുകളാണ് എൻ്റെ ഒരു കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സാധ്യത എത്രമാത്രം ഉണ്ട് കേരളത്തിൽ? ഒരുപാട് കൊമേഴ്സ് മേഖലയിൽ തൊഴിലില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് കൊമേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ PG എടുത്തിട്ടുണ്ട്, ഈവൻ PhD എടുത്ത ആളുകൾ വരെ ഇപ്പം തൊഴിലില്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ അവനവൻ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസം, +2 ആവട്ടെ ഡിഗ്രി ആവട്ടെ, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു അക്കാദമിക് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ നിന്നും അക്കാദമിക് സിസ്റ്റം ഓഫ് ടാക്സേഷനിൽ നിന്നൊക്കെ മാറിയിട്ട് ഒന്നും കൂടി പ്രാക്ടിക്കലായിട്ട് ഈ ഒരു സാധനം പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ടും ഒരു കൺസൾട്ടിങ് സ്ഥാപനം നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഈവൻ SSLC പോലും ഇല്ലാത്ത ആളുകൾ ഇപ്പോഴും എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം അവർ നല്ല രീതിയിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു തീർച്ചയായും സന്തോഷമുണ്ട്. അതെ. ശരിക്കും ഈ നമ്മുടെ കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് എന്താണ് ചെയ്തത്?
നിലവിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം എൻ്റെ ഡെയിലി റൂട്ടീൻ തന്നെ ശരിക്കും മാറി എന്ന് പറയാം. കാരണം മുമ്പ് ഓഫ്ലൈനെ കുറിച്ചായിരുന്നു, അഡ്മിഷനെ കുറിച്ചിട്ട് ടെൻഷൻ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അഡ്മിഷനെ കുറിച്ച് ടെൻഷൻ ഇല്ല. ഞാൻ വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആളുകൾ പേ ചെയ്തിട്ട് എന്നാണ് അടുത്ത ബാച്ച്, എപ്പോഴാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങോട്ടേക്ക് ബിസിനസ് വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ നിലവിൽ. ഞാനിപ്പോഴും ഒരാളെയും ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം എനിക്ക് വരാറില്ല. നോർമൽ ആളുകൾ ഇങ്ങോട്ടേക്ക് തന്നെ നമ്മൾ കംപ്ലീറ്റ് ഓട്ടോമേഷൻ, ഒരു ഫ്രീ ലൈഫിലേക്ക് മെല്ലെ മെല്ലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും? ലൈഫ് ഇസ് എൻജോയിങ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം നമുക്ക് കിട്ടിയ മേജറായിട്ടുള്ള ലേണിങ്സ് എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാമോ? മേജർ ലേണിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മാക്സിമം ഫ്രീ ആയിരിക്കുക, കൂടുതൽ സമയം ബിസിനസ്സുകളിലേക്ക് മറ്റും ആലോചിക്കാതിരിക്കുക, കൂടുതൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുക, അതിന് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുക. ഇതാണ്. പിന്നെ നോർമൽ എല്ലാ ദിവസവും എൻ്റെ ആഡ് പോകും. പിന്നെ വീക്കിലി വൺസ് ഒരു വെബിനാർ ഉണ്ടാകും. ഈ വെബിനാറിൽ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ വെബിനാറിൽ പങ്കെടുക്കും. അതിൽ നമ്മുടെ കൃത്യമായിട്ട് അവർക്ക് GSTയെ കുറിച്ചുള്ള അവയർനെസ്സും അക്കൗണ്ടിങ് സബ്ജക്റ്റുകളെ കുറിച്ചുള്ള അവയർനെസ്സും കൊടുക്കും. അതുവഴി അവർ നമ്മളെ താല്പര്യപ്പെട്ട് നമ്മുടെ പെയ്ഡ് കോഴ്സുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ സിൽവർ മെമ്പർഷിപ്പും കമ്മ്യൂണിറ്റി ഗോൾഡ് മെമ്പർഷിപ്പ്, ഡയമണ്ട് മെമ്പർഷിപ്പ് ഒക്കെ ഉള്ള അഡ്വാൻസ് ആയിട്ടുള്ള പ്ലാനുകളും കോഴ്സുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ സിൽവർ കമ്മ്യൂണിറ്റിയിലേക്കാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ അതായത് ഈ ഒരു കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം എന്തെങ്കിലും കൂടുതലായിട്ട് ഓഫ്ലൈനിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു വാല്യൂ സിസ്റ്റത്തിലേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? തീർച്ചയായും. മുമ്പ് നമ്മൾ ഓഫ്ലൈനിൽ കൊടുക്കുന്ന സമയത്ത് ഒരു ക്ലാസ് എടുക്കുക, അതിനുശേഷം ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുക, അയാളെ പിരിച്ചുവിടുക എന്നുള്ള ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഓൺലൈൻ നമ്മളൊരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വന്നതിന് ശേഷം കൃത്യമായിട്ട് ഒരാൾ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അംഗമായി കഴിഞ്ഞാൽ അയാൾക്ക് അയാളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കൺസൾട്ടിങ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അയാളെ 24/7 നമ്മൾ കൂടെ അയാളെ ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല അവർക്ക് ലൈഫ് ടൈം ആക്സസ് കൊടുക്കണം. അതുവഴി അവർ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് അവരുടെ അടുത്ത് ഉണ്ടാവും. ഈ ഒരു കൺസൾട്ടിങ് സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്കറിയാം അക്കൗണ്ടിങ് അല്ലെങ്കിൽ ടാക്സേഷൻ മേഖല ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് ലൈഫ് ടൈം അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും ഈ ഒരു നല്ല രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടി പറ്റും. ഒരു ലൈഫ് ടൈം സപ്പോർട്ടാണ് ഈ ഒരു ഓഫ്ലൈനും ഓൺലൈൻ തമ്മിലുള്ള ഒരു വ്യത്യാസം എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. സോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാണ്ട് സാധിച്ചു, യൂനിസ് ഒരു വളരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരിക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡ് നേരത്തെ ഉണ്ടോ, അതോ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വന്നതിന് ശേഷമാണോ, അതോ ബേസിക്കലി നേച്ചർ ഇങ്ങനെയാണോ, ഒരു സ്പീഡ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഉണ്ടോ? അല്ല, സാധാരണ രീതിയിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു നാച്ചുറൽ എനിക്കുണ്ട്. ഏത് കാര്യം എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളും ജീവിതത്തിൽ, അതായത് ബിസിനസ്സിലാവട്ടെ, എക്സ്പോർട്ടിംഗ് ബിസിനസ്സിൽ ഞാൻ ഒരുപാട് എടുത്ത് ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആക്ഷൻ ആക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് എൻ്റെ തൊട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഹൈ റിസൾട്ട് വന്നത് ഈ ഒരു മേഖലയിലാണെന്ന് മാത്രം. അപ്പൊ ഇപ്പോഴാണ് ഈ ഒരു ഓൺലൈൻ മേഖല, ഈ ഓൺലൈൻ സമയത്താണ് ഇതിന്റെ സാധ്യത ഒന്നുകൂടി എനിക്ക് കൂടുതൽ വ്യക്തമായത്. ഓക്കെ. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാമോ? എങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് ഇത്? അതായത് 20 ദിവസം കൊണ്ട് 3,50,000 രൂപ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അമേസിങ് അല്ലേ? അപ്പോൾ അത് എല്ലാവർക്കും സാധ്യമാണോ ശരിക്കും? ഇത് എല്ലാവർക്കും സാധ്യമാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങുന്ന ആർക്കും ഇത് പോസിബിൾ ആണ്. പക്ഷെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെതായ ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇത് ഡെഡിക്കേഷൻ എടുക്കാൻ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു സാഹചര്യം വരുന്ന ആളുകൾക്ക് ഇതൊന്നും കൂടി ഈസി ആയിരിക്കും. ഇപ്പൊ ലൈഫിൽ അത്യാവശ്യം കംഫർട്ട് സോണിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത് അത്ര ഈസി ആയിരിക്കില്ല. വേറെ ഒരു ഓപ്ഷനും ഇനി മുമ്പിൽ ഇല്ല എന്ന് കാണുന്ന എന്നെ പോലെയുള്ള ആളുകൾക്കാണ് ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ഒരുപാട് ബാധ്യതകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പോർട്ട് ബിസിനസ് നടത്തി ഒരുപാട് ബാധ്യതകൾ വന്നു. പല ബിസിനസ്സുകളിലും കണ്ടിന്യൂസ് ആയിട്ട് പരാജയപ്പെട്ടു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന സമയത്താണ് ഈ ഒരു ഓൺലൈൻ സാധ്യത അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. അത് എനിക്ക് ഏറെക്കുറെ സക്സസ് ആവാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള ആശയം ഒരു ഒരു റെവല്യൂഷൻ തന്നെയല്ലേ? ഓ തീർച്ചയായും വലിയൊരു റെവല്യൂഷൻ. അതിലാണോ കൂടുതൽ കണക്ഷൻ കിട്ടിയെന്ന് തോന്നുന്നു? യെസ്. നിങ്ങളുടെ യഥാർത്ഥത്തിൽ ജെൻസ് 3.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെ ആവണം, നമുക്കൊരു 36 months കൊണ്ട് ഫ്രീ ആയിട്ട് ബിസിനസ്സിൽ നിന്നും ഫ്രീ ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിന്റെ ബ്യൂട്ടി ഉൾക്കൊണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു 20 days, ഞാൻ 10 days ആകുമ്പോഴേക്ക് തന്നെ 1.5 ഞാൻ കവർ ചെയ്തിരുന്നു. ഇനി അടുത്ത് തന്നെ നിയർ 5 lakh 10 lakh ഒക്കെ ക്രോസ് ചെയ്യാനും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു വിത്തിൻ 1 or 2 months ഞാൻ എൻ്റെ എല്ലാ കംപ്ലീറ്റ് ഡെപ്റ്റുകളും തീർത്ത് സ്വന്തമായിട്ടൊരു ഈ രീതിയിൽ ഫ്രീ ബിസിനസ്സിലേക്ക്
പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത് ശരിക്കും ഈ ഒരു 20 days കൊണ്ട് ഈ ഒരു എമൗണ്ട് ഏൺ ചെയ്തു. അത് ഒരു വലിയ കാര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇത് ശരിക്കും എല്ലാവർക്കും സാധ്യമാണോ? അതൊന്നുകൂടെ ഒന്ന് പറയണം. എല്ലാവർക്കും സാധ്യമാണോ? ഇത് എല്ലാവർക്കും സാധ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെന്റർഷിപ്പോട് കൂടി കൃത്യമായിട്ടും പറയാവുന്നതാണ്, ഒരു മെന്റർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. ഇപ്പൊ എനിക്കും എല്ലാ ആളുകൾക്കും ഇത് കാണുന്ന എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ റണ്ണ് ചെയ്യണമെന്ന് അതൊരു മെന്റർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. മെന്റർഷിപ്പ് ഇല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ പല കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകും. അപ്പൊ കൃത്യമായിട്ടൊരു പ്ലാനോട് കൂടി എങ്ങനെ എങ്ങനെ ചെയ്യണം, ഇതിന് കൃത്യമായിട്ടൊരു ഡെയിലി റൂട്ടീൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് കിട്ടിയത്. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതിന് യഥാർത്ഥത്തിൽ ഒരു പർപ്പസ് വരികയാണ്. ആ ഒരു പർപ്പസിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ഈവനിങ് ആകുമ്പോഴേക്കും എൻ്റെ പ്രോബ്ലം സോൾവ് ആവുന്നു. ഇതിൽ വേറെ ഒന്നുമില്ല, സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത്. എനിക്ക് അല്ലെങ്കിൽ ഞാൻ കുറച്ച് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ റൺ ചെയ്യുന്നത്. ഈ സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുള്ളത്. സിസ്റ്റം വർക്ക്സ് പീപ്പിൾ ഫെയിൽ. യെസ്, സിസ്റ്റം വർക്ക് പീപ്പിൾ ഫെയിൽ. ഓക്കെ, ഗ്രേറ്റ്, സൂപ്പർ. സോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? നിങ്ങളുടെ ഓൺ അക്കാഡമിയ എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഓൺ അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പ്യൂർലി ഓൺലൈൻ രംഗത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു അക്കാഡമിയാണ്. ഇതിൽ നമ്മൾ അക്കൗണ്ടിങ് അതുപോലെ ടാക്സേഷൻ മേഖലയിൽ ഒരുപാട് ആളുകൾ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഓൺ അക്കാഡമിയിൽ വരുന്ന എല്ലാ കോഴ്സുകളും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പോലെ GST ഓട്ടോമേറ്റ് ചെയ്തു. ഇൻകം ടാക്സ്, TDS പോലെയുള്ള സബ്ജക്ട് ലൈക്ലി ടു ബി നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി പോകും. ഇങ്ങനെ ഓൺ അക്കാഡമിയുടെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചിരിക്കുന്ന ഒരു കാര്യം. ഓക്കെ ഓക്കെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി എന്താണ് യൂനിസിന് പറയാനുള്ളത്? കാരണം ഏത് കാര്യമാണ് ഈ ഒരു പെട്ടെന്ന് ആക്ഷനിലേക്ക് വരാനായിട്ടും പെട്ടെന്ന് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ടും അങ്ങേ സഹായിച്ച ഘടകം ഒന്ന് പറയാമോ? ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും ഇത് കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കൃത്യമായിട്ടും ഒരു പ്ലാനോട് കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെയിലി നിങ്ങൾ റൂട്ടീനായിട്ട് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും നല്ല ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് നല്ല ഒരു മെന്റർഷിപ്പിനെ കണ്ടെത്തുക. ആ ഒരു മെന്റർഷിപ്പിന്റെ കീഴിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് എനിക്കതാണ്, കൃത്യമായിട്ടും സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. പിന്നെ ഈ ഒരു ജെയിൻസ് കമ്മ്യൂണിറ്റിയെ യൂനിസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? യെസ്, ഉറപ്പായിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റി റെക്കമെൻഡ് ചെയ്യണം. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച് യൂനിസ്. മോർ അബൌട്ട് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, വലിയ രീതിയിലുള്ള ഉയരങ്ങളിലേക്ക് ഓൺ അക്കാഡമി എത്തട്ടെ. അതിലൂടെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.